ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും വരുന്നതല്ലേ. ഞാൻ എൻ്റെ ലൈഫിലെ കാര്യമാണ് പറയുന്നത്. ഞാൻ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് കഴിവും കാര്യങ്ങളൊന്നുമില്ല. പഠിത്തത്തിൽ ഞാൻ വെറും ബിഗ് സീറോയാണ്. പിന്നെ ചെറിയ രീതിയിൽ പാട്ട് പാടാൻ അതാരും കേൾക്കാത്തത്. പിന്നെ ഡാൻസ് കളിക്കുമായിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം എൻ്റെ മോൻ്റെ സ്കൂളിൽ ഗ്രാജുവേഷൻ ഡേക്ക് ഫാദർ ഒരു അവസരം തന്നു. അപ്പോൾ വീണ്ടും കളിക്കാൻ പറ്റുന്ന അവസരം വീണ്ടും ഞാൻ തെളിയിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. നല്ല അടിപൊളിയായിട്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ്. അതിൽ കൂടി പോകും ഒരു തട്ടുകടയെങ്കിലും തുടങ്ങുക എന്നുള്ളത്. പക്ഷെ എപ്പോഴെങ്കിലും എൻ്റെ ആ ഒരു ഇത് നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പേര് വരെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ച് കഴിവുകളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ എൻ്റെ ലോകം വീട്, എൻ്റെ മുറി, പിന്നെ യൂട്യൂബ്, ഇത് തന്നെയായിരുന്നു. അത് TV സീരിയൽ, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ലോകം. എപ്പോഴും ഫോൺ കാണുമായിരുന്നു. റൂമിൽ കയറി അടച്ചിരിപ്പ്. നേരം സീരിയലാണ്. ഞാനൊരു സീരിയൽ ഭ്രാന്തിയായിരുന്നു. ഫോണിനും TV-ക്കും വേണ്ടി ഒരുപാട് നേരം സമയം കളയുമായിരുന്നു. പിന്നെ എനിക്ക് എല്ലാവരും ചോദിച്ചു തുടങ്ങി ഇതെന്ത് ഇങ്ങനെ എന്ന് ചോദിച്ചു തുടങ്ങി. എനിക്കും തോന്നി മാറ്റങ്ങളൊക്കെ ലൈഫിൽ കൊണ്ടുവരണമെന്ന്. അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ചിന്തിച്ചിരുന്നിരുന്നാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ലോകത്തോട്ട് കാലെടുത്ത് വെച്ചത്. അപ്പം ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലും വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ലൈഫ് സ്റ്റൈൽ മാറ്റണമെന്ന് തോന്നി. എൻ്റെ രീതികളൊക്കെ കുറച്ചൊന്ന് മാറ്റണമെന്ന് തോന്നി. അങ്ങനെയൊക്കെ കുറച്ച് ചിന്തിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇതിലോട്ട് ഞാൻ കൂടുതൽ ഇറങ്ങി അങ്ങ് ഇതാവും എന്ന് വെച്ചാൽ നാളെ എന്ത് ചെയ്യും ആ ഒരു രീതിയിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാം നല്ല മുയലിനെ പോലെ ചാടിയും യൂട്യൂബ് ആമേനെ പോലെ ഇഴഞ്ഞാണ് പോണത്. പക്ഷേ എന്നെങ്കിലും എൻ്റെ യൂട്യൂബും ആമേൻ്റെ രീതി മാറി മുയലിലോട്ട് ചാടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ ഇവിടെ മുമ്പാലക്കാടിൻ്റെ CDS എന്നൊരു സ്ഥാനം എനിക്ക് വന്നത്. ആദ്യം നോ എന്ന് പറഞ്ഞു, പിന്നീട് എസ് എന്ന് പറഞ്ഞു. ഈ നോയ്ക്കും എസ്സിനും ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ നോ പറഞ്ഞ് കളയുന്നത് നമുക്കിനി ലൈഫിൽ ഒരിക്കലും കിട്ടാത്ത കാര്യങ്ങളായിരിക്കും. നമ്മൾ എസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പം ഞാൻ എസ് എന്ന് വിളിച്ച് പറഞ്ഞെടുത്ത ഈ കാര്യം എനിക്ക് ഒരിക്കലും ഇതായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് എന്തോ കൂടുതലൊരു എനർജി തരുന്നുണ്ട്. ഇതിന് ഒരു കാര്യം, ഒരു മീറ്റിംഗ് അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് നേരത്തെ പോകണം, അങ്ങനത്തെ ചിന്തയൊക്കെ വന്നു തുടങ്ങി. കുറച്ചുകൂടെ അടുക്കും ചിട്ടയൊക്കെ ലൈഫിൽ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് സാധിക്കുമെങ്കിൽ പലർക്കും സാധിക്കും. നമുക്ക് പറ്റില്ല എന്ന് ചിന്തിച്ചിരുന്ന് നമ്മൾ അവിടെ ഇരുന്നു. പക്ഷെ നമുക്ക് പറ്റുമെന്ന് നമ്മൾ സമീപിച്ചാൽ നമുക്ക് എല്ലാം പറ്റും. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.